നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും റാസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വളരെ ചെറിയൊരു ടോപ്പിക്ക് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡോക്യുമെൻ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്നുള്ളത് ഒരു ദിവസമെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ടറിയാം. നമ്മൾ മുമ്പത്തെ ചില വീഡിയോകളിൽ മറ്റു പല ഡോക്യുമെൻറ്റുകളെക്കുറിച്ചും സംസാരിച്ചിരുന്നെങ്കിലും ആ ഡോക്യുമെൻറ്റുകളൊന്നും തന്നെ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ WPSനോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഡോക്യുമെൻ്റാണ്. അതിനർത്ഥം ആ ഡോക്യുമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല. വെൽഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ജോയിനിങ് പ്രോസസ്സാണ്. നമുക്കറിയാം, ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ടു മെറ്റൽ ബിൽഡപ്പ് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മെറ്റലിനെ മറ്റൊരു മെറ്റലുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവിടെയുള്ള ബിൽഡിങ്സ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജോയിനിങ്, മെറ്റൽ ടു മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെൽഡിംഗ് എന്ന് പറയുന്ന ജോയിനിങ് പ്രോസസ്സ് എങ്ങനെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം, എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള ഗൈഡാണ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. സോ ആ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് മാനേജർ മുതൽ ഈ വെൽഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന വെൽഡർ വരേക്കും എല്ലാ ഡെസിഗ്നേഷനിലുള്ള ആളുകൾക്കും റെഫർ ചെയ്യാനുള്ള ഒരേ ഒരു ഡോക്യുമെൻ്റാണ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. സോ എന്താണ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെ ഡാറ്റയാണ് അതിൽ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷനിൽ ഒരു വെൽഡിംഗ് ആക്ടിവിറ്റി എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം, എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള A to Z ഡീറ്റെയിൽസ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കും. WPS എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന ഈ ഒരു പ്രൊസീജിയറിൽ ഒരു വെൽഡർ ഇന്ന ജോയിൻ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണം, എത്രത്തോളം ആംബിയറേജ് അതിൽ യൂസ് ചെയ്യണം, ഏതെല്ലാം പൊസിഷനിൽ യൂസ് ചെയ്യണം, ഏത് ഇലക്ട്രോഡ് യൂസ് ചെയ്യണം, എത്രമാത്രം പ്രീഹീറ്റ് ടെമ്പറേച്ചർ കൊടുക്കണം, പോസ്റ്റ് വെൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അതിൽ അപ്ലിക്കബിൾ ആണോ, ഇങ്ങനെ തുടങ്ങി A to Z കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. സോ വെൽഡർ, വെൽഡിംഗ് ഇൻസ്പെക്ടർ, വെൽഡിംഗ് എഞ്ചിനീയർ, സൂപ്പർവൈസർ, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, QA/QC ഇൻസ്പെക്ടർ തുടങ്ങി എല്ലാവരുടെയും റെഫറൻസ് ഡോക്യുമെൻ്റാണ് വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ അഥവാ WPS. ഈ WPSൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടല്ലാതെ ഒരു വെൽഡിംഗ് ആക്ടിവിറ്റി ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടക്കാൻ പാടുള്ളതല്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് WPS. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് ഇവിടെ പറയാനുണ്ടായിരുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന നമ്മുടെ ലെക്ചേഴ്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.